അടുത്തതായി വേദിയിൽ ഇസ്ലാമിക കുടുംബം എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ അധികരിച്ചുകൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷന്റെ അഭിവന്ദനായ സാരഥി SKSFന്റെ ഇബ്രാഹിന്റെ ചെയർമാനും കൂടിയായ അഭിവന്ദനായ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ സദസ്സിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാദരം സവിനയം അധ്യക്ഷന് വേണ്ടി ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഈ സംഗമത്തിനെത്തിയ മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം ഇവിടെ തയ്യാറ് ചെയ്തിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാൻ പാടുള്ളൂ എന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുന്നു. സ്ത്രീകൾക്ക് ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വോളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ആദരണീയരായ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അസ്സലാമു അലൈക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد رحمة للعالمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. حصنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف لا حول ولا قوة إلا بالله العلي العظيم. بمحمد المختار يا مولاي خير الأنام وسيد الشفعاء، وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء، وبسيده وسمان ثم بسيده زوج البطول علي ذي الحيجاء. هم أهل بدر لا يضام محبهم، فبحقهم اقبل جميع دعائي. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ ദുനിയാവിലെ ഏറ്റവും നന്നായി കുടുംബജീവിതം നയിച്ച ഒരാള്. ലോകത്തെ ആദ്യത്തെ കുടുംബം ആദം നബിയും ഹവ്വാ ബീവിയാണ്. പ്രപഞ്ചത്തിലെ ആദ്യത്തെ വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നത്. കല്യാണം എന്ന് പറയുന്നത് സ്വർഗീയമായൊരമലാണ്. നമ്മുടെ ഏത് നിക്കാഹിന്റെ സദസ്സിൽ ചെന്നാലും ഖത്തീബ് ഖുതുബ ഓതുമ്പോ ഒരു ഹദീസ് പറയും, മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനിഹി ഫൽയത്തഖില്ലാഹ ഫി സുലുസിൽ ബാഖി. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അവൻ ദീനിന്റെ 2/3 പൂർത്തീകരിച്ചു. ബാക്കിയുള്ള 1/3 അവൻ അള്ളാഹുവിന് തഖ്വ ചെയ്യട്ടെ എന്ന്. നമ്മളെല്ലാവരും കല്യാണത്തിന് പോലുണ്ട്. കല്യാണത്തിന് പോവാത്ത ആരും ഈ സദസ്സിലുണ്ടാവും എന്ന് തോന്നണില്ല. ചിലര് ഓഡിറ്റോറിയത്തിലെ കല്യാണത്തിനെതിരേക്കാര, എന്നാലും ഒരു പെരയില് പോരും പോവലുണ്ട്. നമ്മളെല്ലാവരും കല്യാണത്തിന് പോലെ ശരിക്ക് കുറ്റം മുടക്കാനാണ്, അല്ലാതെ ദീനിന്റെ 2/3 പൂർത്തിയാകുന്ന ഇബാദത്തിന് ഹാജരാവാൻ വേണ്ടിയല്ല. അപ്പൊ നമ്മളെ പരാജയം തുടങ്ങുന്നത് തന്നെ അവിടുന്നാണ് എന്നർത്ഥം. അബ്ദുൽ ഗഫൂർ കല്യാണം പറഞ്ഞിട്ടുണ്ട്, പോയില്ലെങ്കിൽ ഓനെന്താ തോന്നാന്നാണ്, പോയില്ലെങ്കിൽ പടച്ചോൻ എന്താ തോന്നാന്ന് നമ്മൾ ഇതുവരെ ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓരോ കാര്യം അങ്ങനെയാണ്.
ഒരു കുട്ടി ഉണ്ടായാല്, ഭാര്യ ഗർഭിണിയായാല് ഭർത്താവ് അങ്ങാടി ചെന്നിട്ട് പറയാം, എടാ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നത് എന്നാണ്. കുട്ടിണ്ടായതിനെ കുറിച്ച് നമ്മുടെ വിചാരം പറ്റിച്ചു എന്നാണെങ്കിൽ പിന്നെ ഇപ്പൊ ആ കുട്ടിനെ കൊണ്ട് നമ്മൾ കുടുങ്ങാതിരിക്കൂലല്ലോ. വെള്ളം കോരാൻ പോകുമ്പോ ഭാര്യ പറയണത് സംഗതി കുടുങ്ങിന്നാ തോന്നണത് എന്നാണ്. അടുത്തുള്ള അയൽവാസിയായ പെണ്ണിനോട് തനിക്കൊരു പൊന്നോമന മകൻ അല്ലെങ്കിൽ മകൾ ഉദരത്തിൽ വളർന്നു വരുന്നതിനെ കുറിച്ച് കുടുങ്ങി എന്ന വിചാരമാണ് നമുക്കുള്ളത് എന്നർത്ഥം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലായാല് ഇന്നത്തെ ഈ ക്ലാസ് വിജയിക്കും. ആ കാര്യം പറയുന്നതിന് മുമ്പ് ഈ സദസ്സിന് ചില ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നത്, വെയിലത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് മാറിയിരിക്കണം. വെയിലും നിഴലും ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ശൈത്താന്റെ മക്കാമാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ് നിഴലും വെളിച്ചവും ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അപ്പൊ അങ്ങനത്തെ സ്ഥലത്തുള്ളവർ ഒന്ന് കസാല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുക. സാധാരണ വല്യമ്മ പറയലുണ്ട്, മോനെ ഉമ്മരപ്പടിമ ഇരിക്കരുത് എന്ന് പറയലുണ്ട്. ഉമ്മരപ്പടി എന്ന് പറയുന്നത് ശൈത്താന്റെ മക്കാമാണ്. ഉമ്മരപ്പടി ശൈത്താന്റെ മക്കാമാണ്. കാരണം അങ്ങോട്ടും അല്ല ഇങ്ങോട്ടും അല്ല. ഓവാലത്തും ഇരിക്കാൻ പറ്റൂല, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ്. ബസ് സ്റ്റോപ്പിൽ ആവശ്യത്തിനല്ലാതെ നിൽക്കാൻ പറ്റൂല, കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാത്ത സ്ഥലമാണ്. സാധാരണ ഒരു നാടൻ പ്രയോഗമുണ്ട്, 2 തോണിയിൽ കാലിടരുത് എന്ന്. അത് പറ്റാത്തൊരു പരിപാടിയാണ്. ഇതൊക്കെ ശൈത്താനിയായ ഒരുപാട് അമലുകളാണ്. അതുകൊണ്ട് സദസ്സൊന്ന് ക്രമീകരിച്ചിട്ട്, അപ്പൊ ആ ക്രമീകരണം എല്ലാരും ഒന്ന് പിന്നെ അവരാർക്ക് ഒരു തംക്കീനാവുന്ന രൂപത്തിൽ ഞാൻ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂർ സമയം പ്രസംഗിക്കുന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ 1 മണിക്കൂർ കേൾക്കാൻ ഒരുങ്ങിയിട്ട്, അപ്പൊ ആ സദസ്സൊന്നും ഇങ്ങനെ ക്രമീകരണമൊക്കെ ഒന്ന് ശരിയാവുന്നവരെ നമുക്കൊരു 3 ദിക്റ് അല്ല, എല്ലാരും എന്റെ കൂടെ ചെല്ലുക. അത് പണ്ട് വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ വന്ന് നമ്മൾ ആദ്യമായി കരഞ്ഞത് ആ ദിക്റ് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളമ്മ ഓടി വന്നിട്ട് നമുക്ക് അങ്ങനെ ഒരു പാട്ട് പാടി തന്നിരുന്നു. അപ്പൊ ആ ഈണത്തിൽ തന്നെ ആ താരാട്ടിന്റെ രീതിക്കൊന്നും പാടിയൊക്കെ നമ്മള്, അപ്പോഴേക്ക് സദസ്സൊന്നും ശരിയാവുന്നാണ് എന്റെ പ്രതീക്ഷ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ ചൊല്ലിയിട്ടില്ല, എന്റെ ഒപ്പം ചൊല്ലിയിട്ടില്ല. ഒന്നുകൂടി എന്റെ ഒപ്പം ചെല്ലണം, അല്ലണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൻവരിയാദൻ മുറ്റത്തായി ഉറങ്ങും ബീവി ഫാത്തിമത്തെ, അവരുടെ ഫളിലാലെ വീട്ടണം എങ്കളെ കുല്ലു ഹജത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അനവധി കശ്ഫ് കറാമത്തുകൾ കാട്ടിയങ്ങളെ ബിവിയർ, അവരുടെ കറാമത്താലേ നീ വീട്ടുകാരാകും കടങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അക്രമുൽ മുകറമായ ത്വാഹ തന്റെ മൗനത്തെ, അഹദവായങ്ങൾക്കിതിയിൽ ഏകണം നീ പെരുത്തേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
അല്ലാഹു തആല ഖുർആനിലെ ഒരു ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് ഹൂദിലാണ് അതുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും മകന്റെയും കഥ പറഞ്ഞുകൊണ്ടാണ് മനുഷ്യന്റെ ബന്ധു ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്. ഗൾഫിലൊക്കെ നമ്മൾ ചെന്നാൽ കുറെ സുഹൃത്തുക്കൾ പരിചയപ്പെടുമ്പോ എന്താ ഫാമിലിയുടെ ഒക്കെ വിശേഷം എന്ന് ചോദിക്കും. ഫാമിലിക്കൊക്കെ അൽഹംദുലില്ലാഹ് സുഖാണ്, ഫാമിലി ഇവിടെ തന്നെയാണ് എന്ന് പറയും പലരും. ഈ ഫാമിലി എന്നുള്ളതിൽ പലരും ഉമ്മാനെ പെടുത്തലില്ല എന്നുള്ളതാണ്. ഭാര്യ അവിടെ ഉണ്ടെങ്കിലാണ് ഫാമിലി ഇവിടെ തന്നെയാണ് എന്ന് പറയല്. അപ്പൊ ഫാമിലി എന്ന് പറഞ്ഞതിൽ ഉമ്മയും വാപ്പിയും പെടുത്തുന്നില്ല ആരും. അപ്പൊ നമ്മളെ കാഴ്ചപ്പാട് പലപ്പോഴും ചുരുങ്ങി വരുന്നുണ്ട് എന്നർത്ഥം. ഫാമിലി എന്നുള്ളതിന് അഹ്ല് എന്നാണ് അറബിയിൽ പറയാം. അഹ്ല് നമ്മള് കുടുംബത്തെ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കുടുംബവും ഒന്ന് ബന്ധവും, അങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ രണ്ടാക്കേണ്ട ആവശ്യമില്ല. ബന്ധം എന്ന് പറയുന്നത് ഏതൊക്കെ അത് കുടുംബമാണ്, കുടുംബം എന്ന് പറയുന്നത് ഏതൊക്കെ അത് ബന്ധവുമാണ്. സ്വന്തം മക്കൾ ബന്ധു ആവാത്തൊരു സന്ദർഭമുണ്ട്. സ്വന്തം മക്കള് നമ്മളെ ബന്ധു ആവൂല, അങ്ങനത്തെ ഒരു സന്ദർഭമുണ്ട്. അത് അനുഭവിച്ച ആളാണ് സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. 950 കൊല്ലം ദീന് പറഞ്ഞു ബഹുമാനപ്പെട്ട സയ്യിദുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം. സയ്യിദുൽ അംബിയാ എന്ന് പേര് കിട്ടാൻ കാരണം ഷിർക്കിനെതിരെ ലോകത്താദ്യമായി പടപൊരുതിയ പ്രവാചകനാണ് നൂഹ് നബി എന്നതുകൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാം മുതൽ നൂഹ് നബി അലൈഹിസ്സലാം വരെ 9 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ 9 തലമുറയിൽ ഷിർക്കുണ്ടായിരുന്നില്ല, ആരും മുശ്രിക്കുകളായിരുന്നില്ല. 9 തലമുറ എന്ന് പറയുമ്പോ പൂർവ്വകാലത്ത് ഇപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം തന്നെ 950 കൊല്ലം ദഅവത്ത് നടത്തി എന്ന് പറഞ്ഞാല് അതിലേറെ ജീവിച്ചു എന്നാണല്ലോ. ഒരു തലമുറക്ക് 1000 കൊല്ലം കൂട്ടിയാല് 10,000 കൊല്ലം ആദം നബി മുതൽ 10,000 കൊല്ലം ലോകത്ത് മുശ്രിക്കുകൾ ഉണ്ടായിട്ടില്ല. എല്ലാവരും അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകൾ മാത്രമായിരുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താണ് ഷിർക്ക് ആദ്യമായി ആരംഭിക്കുന്നത്. ഇലാഹിയായ വിഷയങ്ങൾക്ക് രസം കിട്ടുന്നതിനേക്കാൾ വേഗത്തിൽ ശൈത്താനിയായ വിഷയങ്ങൾക്ക് രസം കിട്ടുമെന്നാണ്. നൂഹ് നബിയുടെ കാലത്ത് ഷിർക്ക് തുടങ്ങി, എന്നിട്ട് 950 കൊല്ലം തൗഹീദ് പറഞ്ഞിട്ട് ആൾക്കാരെ ഇന്ന് മാറിയില്ല എന്ന് പറഞ്ഞാല് ശൈത്താനിയത്തിന്റെ രസം എത്ര വേഗത്തിൽ കിട്ടുമെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാവും. ഖുർആൻ ഓതുന്നതിനേക്കാൾ രസം മൊബൈൽ നോക്കുന്നതിന് കിട്ടുന്നതിന്റെ കാരണം അതാണ്. ഇലാഹിയായ വിഷയങ്ങളെക്കാൾ വേഗത്തിൽ രസം കിട്ടുന്നതാണ് ശൈത്താനിയായ വിഷയങ്ങൾ. ഏത് വിഷയം എടുത്ത് പരിശോധിച്ചാലും ശൈത്താനിയായ കാര്യങ്ങളുടെ രസം വേഗത്തിൽ കിട്ടും. കാരണം ശൈത്താനി നമുക്ക് ഖൈറ് വരണമെന്ന് ആഗ്രഹമില്ലല്ലോ. ഇപ്പൊ നമ്മൾ അള്ളാഹിനോട് ദോരക്കാണ് പെരപ്പണി തീരാൻ എന്നും 5 വക്തിനും ദോരന്നിട്ടും പെരപ്പണി തീരുന്നില്ല. ശൈത്താനോട് ഓരോട്ടം ദോരന്ന അന്ന് പെരപ്പണി കഴിയും. അങ്ങനെയാണ്, വേഗത്തിൽ ഉത്തരം കിട്ടും ശൈത്താനോടാണ്. എന്താ കാരണം? അല്ലാഹു തആല നമുക്ക് ദുആക്ക് ഇജാബത്ത് നൽകുക എന്ന് പറഞ്ഞാല് ദുആന്റെ ഇജാബത്ത് 3 തരത്തിലുണ്ട്. 1, ചോദിച്ചത് അതേമാതിരി തരാം. 2, ചോദിച്ചതിനേക്കാൾ ഹൈറായത് തരാം. 3, ചോദിച്ചതിന് കൂലി തരാം. ചോദിച്ചത് അതേമാതിരി തരാന് പലരെ കൊണ്ടും പറ്റും. 100 യാക്ക് ചോദിക്കുമ്പോൾ 110, 118 യാക്ക് നമ്മൾ കൊടുക്കും. ചോദിച്ചത് അതേമാതിരി കൊടുക്കാൻ പലരെ കൊണ്ടും പറ്റും. ചോദിച്ചതിനേക്കാൾ ഹൈറായത് തരാനാണ് അള്ളാഹ്ന് ആവശ്യമുള്ളത്. ശരിക്കും ഹൈറ് എന്താണെന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയില്ല. ഹൈർ എന്താന്ന് നമുക്ക് തിരിച്ചറിയില്ല, അത് അള്ളാഹുവിനാണ് അറിയാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദ്റത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. സമയം വൈകിയതിൽ ആരും വിഷമിക്കണ്ട, കാരണം ഹൈർ എന്താണെന്ന് നമുക്കറിയില്ല, അവർക്കറിയാലോ. ഹൈർ ഒരു പക്ഷേ അല്പം വൈകി പറയലായിരിക്കും. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. വളരെ അനിവാര്യമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ സമയം വിനിയോഗിച്ചിട്ടുള്ളത്. 1, ജാരിയായ സ്വതക്ക. 2, ജാരിയായ സ്വതക്കക്ക് കാരണമാവുക. രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ജാരിയായ സ്വതക്കയും പ്രധാനമാണ്, ജാരിയായ സ്വതക്കക്ക് കാരണമാകുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സമയം വൈകിയതിൽ ആരും വിഷമിക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഖൈർ അറിയുന്നവൻ അള്ളാഹുവാണ്. ആ സമയം വൈകിയാലും ഭക്ഷണമുണ്ട്, എന്തായാലും 1 മണിക്കൂർ പ്രസംഗിക്കണമുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും വിഷമിക്കരുത് എന്ന് പറയാൻ ചെറിയൊരു അസ്വസ്ഥത ഇങ്ങനെ കണ്ടതുകൊണ്ട് അത് സൂചിപ്പിച്ചതാണ്. ആരും ആ വിഷയത്തിൽ ഖൈറാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും പെരപ്പണി തീരലാണ് ഖൈറെങ്കിലേ അള്ളാഹിനോട് ദോരന്നാൽ തീർക്കുള്ളൂ. ശൈത്താനോട് ദോരന്നാൽ വേഗം തീരും. കാരണം നമുക്ക് ഖൈർ വരൽ അവന്റെ പദ്ധതിയിലില്ല.
മൂന്നാമത്തെ ദുആന്റെ ഇജാബത്ത് അതിലേറെ വലുതാണ്. ദ്വാരുന്നതിന് കൂലിട്ടുക എന്നുള്ളതാണ്. അത് അള്ളാഹിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആരെ കൊണ്ടിട്ട് പറ്റൂല. അതുകൊണ്ട് നമ്മളെല്ലാവരും ദുആ ചെയ്താൽ ദുആന്റെ ഇജാബത്തുണ്ട്. ഇജാബത്ത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന് പറഞ്ഞത് ഞമ്മക്ക് തോന്നിയപ്പോഴാണ് നമ്മൾ വിചാരിച്ചത്. അള്ളാഹ് പറഞ്ഞത് എനിക്ക് തോന്നുമ്പോന്നാണ്. നിങ്ങൾ ദ്വാരക്ക് ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞു. നമ്മൾ എന്തേ മനസ്സിലാക്കിയത്? ഞമ്മക്ക് തോന്നുമ്പോ ഉത്തരം തരാന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനല്ല, എനിക്ക് തോന്നുമ്പോ തരാന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ദ്വാന്റെ ഇജാബത്ത് ഉണ്ടാവും, അള്ളാഹ്ക്ക് തോന്നുമ്പോഴായിരിക്കും മാത്രം. ചിലപ്പം ഇവിടുന്ന് അയക്കോളൊന്നില്ല, നാളെ മാസ്റ്ററെന്ന് അയക്കാനുണ്ടാകുക. അതാണ് ഏറ്റവും നല്ലതും. നമ്മുടെ ദ്വാക്ക് അവിടുന്ന് കൂലി കിട്ടലാണല്ലോ ഏറ്റവും നല്ലതും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് 950 കൊല്ലം ദീൻ പറഞ്ഞിട്ട് ആരും വന്നില്ല. ആ മനുഷ്യൻ ടെൻഷനായപ്പോ 2 കൈ ഉയർത്തിയിട്ട് തോരുന്നു. اللهم لا تذر على الأرض من الكافرين ديارا. പടച്ചോനെ പറഞ്ഞാ കേൾക്കാത്ത ഈ മനുഷ്യന്മാരഞ്ഞ് ഭൂമിയിൽ വെച്ചേക്കരുത് എന്ന് തോരുന്നു. അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു, നൂഹേ നിങ്ങളുടെ ദുആ കബൂൽ ചെയ്തിരിക്കുന്നു. 40 വർഷങ്ങൾക്ക് ശേഷമാണ് ജലപ്രളയമുണ്ടാകുന്നത്. ദുആ കബൂലാക്കിയതിനു ശേഷം 40 വർഷം കഴിഞ്ഞ് ജലപ്രളയമുണ്ടാകുന്നു. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി പറയുന്നു. തേക്ക് മരം കൊണ്ട് അല്ലെങ്കിൽ കോക്കുമരം കൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വിശാലമായ കപ്പൽ നിർമ്മിക്കുന്നു. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ആശാരിപ്പണിയിൽ വളരെ വിദഗ്ധനായിരുന്നു. നൂഹ് നബിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കൈത്തൊഴിലിന്റെ മഹാത്മ്യത്തെ കുറിച്ച് പറയാറുള്ളത്. ബഹുമാനപ്പെട്ട ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സഹാബ, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ് സഹാബ, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാകുന്നു. എല്ലാവരും അവനാനെ കൊണ്ട് കഴിയും പോലെ അധ്വാനിക്കണം എന്നുള്ളതാണ്. പെണ്ണുങ്ങളെല്ലാവരും കോഴിനെ വളർത്തണം. കുടുംബസംഗമാണല്ലോ. പെണ്ണുങ്ങളെല്ലാരും പറ്റുന്നവര്, ആണുങ്ങൾ കഴിവുള്ളവരൊക്കെ ആടിനെ വളർത്തണം, കഴിയാത്തൊരു കോഴിനെ വളർത്തണം. ഞാൻ പറഞ്ഞല്ല, മുതലുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇതു കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. ആടിനെ നോക്കാൻ കഴിവുണ്ടെങ്കിൽ ആട്. അല്ലെങ്കിലും മനുഷ്യന്മാര് താമസിക്കുന്ന വീട്ടിൽ മനുഷ്യനല്ലാത്ത വേറൊരു ജീവി ഉണ്ടാവില്ല, എപ്പോഴും ഹൈറാണ്. മനുഷ്യനല്ലാത്തൊരു സാധനം അവിടെ വേണം. ഒന്നുമില്ലെങ്കിൽ ഒരു പൂച്ചയിലും വേണം. ആടും കോഴി ഒന്നുമില്ലെങ്കിൽ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിന് പൂച്ചയുണ്ടായിരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് പൂച്ചയുണ്ടായിരുന്നു. ആയിഷ ബീവി പറയാണ്, എനിക്കൊരു പൂച്ച ഉണ്ടായിരുന്നു. ഞാന് ആ പൂച്ചയെ സ്വന്തമായി നോക്കും, എപ്പോഴും താലോലിക്കും. കിടന്നുറങ്ങുമ്പോ ചിലപ്പോൾ എന്റെ വിരിപ്പിൽ വന്ന് എന്റെ പൂച്ച കിടന്നുറങ്ങൽ പതിവുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വഴിയിൽ ഞാൻ ഒറ്റപ്പെടുകയും മുനാഫിക്കുകൾ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതും കാത്തുകൊണ്ട് ത്വഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതാനും ദിവസം എന്റെ വീട്ടിലേക്ക് വരാതിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് മിണ്ടാതിരുന്ന അത്രയും ദിവസം എന്റെ വളർത്തുപൂച്ച എന്നോട് മിണ്ടിയില്ല. അള്ളാന്റെ റസൂല് മിണ്ടണ്ട എന്ന് തീരുമാനിച്ച ഒരു മനുഷ്യനോട് മിണ്ടാൻ ഭക്ഷണം കൊടുക്കുന്ന പൂച്ച പോലും തയ്യാറായില്ലെന്ന് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ട് മനുഷ്യൻ പാർക്കുന്നിടത്ത് മനുഷ്യനല്ലാത്ത എന്തെങ്കിലും ഒരു ജീവി വേണം. അത് കഴിവിനനുസരിച്ചാ. ആടിനെ നോക്കണമെങ്കിൽ നല്ല ചെലവാണ്. ആടിന്റെ പൈസ വേണം,
ആട്ടുംകൂടിന്റെ പൈസ വേണം, ആടിനെ നോക്കാൻ സ്വന്തമായിട്ട് സ്ഥലവും വേണം. അല്ലാതെ ആരാന്റെ പറമ്പക്ക് വിടാൻ പറ്റൂലല്ലോ. കോഴിക്ക് പിന്നെ ആ കുഴപ്പമില്ല. അതുകൊണ്ട് കോഴി എന്തായാലും വേണം. കോഴി എന്തായാലും വേണം. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. കോഴിക്ക്, ആടിന്, മൃഗങ്ങൾക്ക് ഒരു സ്ഥലത്ത് താമസിക്കാൻ പറ്റൂലെങ്കിൽ ആ സ്ഥലത്ത് മനുഷ്യനും താമസിക്കാൻ പറ്റൂല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ചെന്നു. ഒട്ടകപ്പുറത്താണ് യാത്ര. പുണ്യനബി താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് ഒട്ടകം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലമായിരുന്നു. മനുഷ്യനല്ലാത്ത ജീവികൾ താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലം തന്നെയാണ് മനുഷ്യനും താമസിക്കാൻ പറ്റിയത്. അപ്പൊ പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വാങ്ങിയാൽ ആദ്യം അവിടെ ഒരു ആടിനെ കൊണ്ടുപോയി കെട്ടി വെക്കണം. ആട് അവിടെ നിന്ന് പച്ചിലകൾ കടിച്ചു തിന്ന് അയവിറക്കാൻ വേണ്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം പെരണ്ടാക്കാൻ പറ്റിയ സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല, ആട് ചെന്നേക്കിന് തന്നെ ബാക്കത്തെ 2 കാലും ഉപയോഗിച്ച് ചാടുകയാണെങ്കിൽ ഇവിടെ മനുഷ്യന് പാർക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കണം. വളർത്തുജീവികൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് മനുഷ്യനും താമസിക്കാൻ പറ്റുന്ന സ്ഥലം. നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പലുണ്ടാക്കി. എല്ലാ അമ്പിയാക്കളും അതുപോലെ ഭയങ്കര തൊഴിലാളികളായിരുന്നു, എല്ലാ അമ്പിയാക്കളെയും. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ലോകം ഭരിച്ച രാജാവാണ്. ലോകം ഭരിച്ചവരാ സുലൈമാനുൻ നബി, അവർ വട്ടി നെയ്ത ജീവിതം യാ സാഹിബി. ദാവൂദ് നബി രാജ്യം ഭരിച്ചവരല്ലേ, പടയങ്കി നെയ്തവർ ജീവിതം കഴിഞ്ഞില്ലേ. കൈത്തൊഴിലെന്ത് സമർത്ഥനാ സക്കരിയ, നമുക്കെന്തോ മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. പെണ്ണുങ്ങൾക്ക് സബുറ് നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷമാണെന്ന് ഞാൻ പറയലുണ്ട്. നിങ്ങൾക്ക് എതിർപ്പുണ്ടായാലും ഞാൻ അങ്ങനെ പറയും. സ്ത്രീകൾക്ക് സബുറ് നഷ്ടപ്പെട്ടത് അലക്ക് മെഷീൻ വന്നതിന്റെ ശേഷമാണ്. തുണിയും കുപ്പായും തിരുമ്പുക എന്ന് പറഞ്ഞാൽ വലിയൊരു പുണ്യമായ അമല, വലിയ അമല. എന്തേ? നിയ്യത്ത് ശരിയാവണമെന്നേ ഉള്ളൂ. അന്നളാഫത്തു മിനൽ ഈമാൻ ഹബീബുനാ റസൂലുള്ളാഹി, വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാവിലെ എഴുന്നേറ്റ് അകം വൃത്തിയാകുമ്പോ മുറ്റം അടിച്ചു വാരുമ്പോ നിയ്യത്ത് ചെയ്യണം. ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു അമലാണിതെന്ന് പുണ്യനബി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അടിച്ചു വാരുന്നതെന്ന്. എന്നാൽ ബാത്റൂം കഴുകിയാലും ഈമാൻ കൂടുന്നതാണ്. ഈമാൻ കൂടുന്ന അമലിന് വേണ്ടി മറ്റൊരാളെ കാത്തു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് കക്കൂസ് കഴുകാൻ മറ്റൊരാളെ കാത്തു നിൽക്കരുതേ, നമ്മൾ തന്നെ കഴുകണം. ഈമാൻ കൂടുന്ന അമലിന് വേറെ ആളെ കാത്തിക്കാൻ പറ്റില്ലല്ലോ. ഈമാൻ കൂടുന്ന അമല് നമ്മൾ തന്നെ ചെയ്യണല്ലോ. നളാഫത്ത് എന്ന് പറഞ്ഞാൽ ഈമാൻ വർദ്ധിക്കുന്ന അമലാണ്. അതിന് മറ്റൊരാളെ കാത്തിക്കാൻ പാടില്ല, അത് നമ്മൾ തന്നെ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ ദറജ കിട്ടും. വലിയ വലിയ ദറജ കിട്ടുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ട് വരുന്നതാ. നിസ്കരിക്കണതിന് കൂലിയുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ പള്ളി ചെല്ലുമ്പോ പള്ളിന്റെ സിമന്റിന്റെ തൂണിന്റെ താഴെ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ തലയിടുന്ന തൊപ്പി ഉണ്ടാവും. ആ തൊപ്പി എടുത്തുങ്ങാണ്ട് തലയിലിട്ടാല് ഒരു നിസ്കാരം 25 നിസ്കാരമായിട്ട് കിട്ടും. അത് ജുമയാണെങ്കിൽ 70 ജുമയായിട്ട് കിട്ടും. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭമുണ്ടായി പ്രസവിച്ചാൽ 70 ഷഹീദിന്റെ കൂലിയാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഗർഭം 70 ഷഹീദിന്റെ കൂലി കിട്ടുന്ന അമലാണ് എന്ന നിലക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. 70 ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ ധാരാളം ശുഹദാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്ര ഇടങ്ങേറായിട്ട് അവർ ഷഹീദായത്. അതേ കൂലി 70 ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൂലിയാണ് പള്ളയിലുണ്ടായി പെറ്റാൽ ഒരു പെണ്ണിന് കിട്ടുക. ആ നിലക്ക് അതിനെ കാണാൻ പറ്റിയാൽ യാതൊരു വിഷമവും ഉണ്ടാവില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ കാര്യവും പഠിപ്പിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമാണ് ആദ്യത്തെ സ്വന്തം മകൻ ബന്ധുവല്ലെന്ന് ഖുർആൻ പറഞ്ഞ മനുഷ്യൻ. കപ്പലുണ്ടാക്കിയിട്ട് എല്ലാരും വിളിച്ചു. ജലപ്രളയമുണ്ടായി, വലിയ ജലപ്രളയമുണ്ടായി. വകാന ഫീ മാസിലിൻ യാ ബുനയ്യ ഇർകം മഅനാ, കപ്പലിലായിരുന്നു നൂഹ് നബി അലൈഹിസ്സലാം. മോനെ വിളിച്ചു, യാ ബുനയ്യ, എന്റെ പൊന്നാര മനെ എന്നാണ് അതിന്റെ അർത്ഥം.
യാ ബുനയ്യർകം മാനാ, മോനെ നീ നമ്മളോടൊപ്പം ഈ വാഹനത്തിൽ കയറെന്ന് പറഞ്ഞു. വലാതകും മാൽ കാഫിരീൻ, കാഫിരീങ്ങൾ എന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിൽ നീ ചേരരുതെന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പാ സആവീലാ ജബലിൻ യസുമുനി മിനൽ മാ, വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും പർവ്വതത്തിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറഞ്ഞു. അവിടെ അങ്ങനെ ഒരു മല ഉണ്ടായിരുന്നില്ല എന്നാണ്. ഒരു മല അവിടെ ഉണ്ടെങ്കിൽ സആവി ഇലൽ ജബലി എന്ന് അലിഫ്ലാം ചേർത്ത് പറയണം. സആവീലാ ജബലിൻ, ഏതെങ്കിലും ഒരു മലയിൽ കയറി ഞാൻ രക്ഷപ്പെടാമെന്ന് പറഞ്ഞു. വെള്ളം തിരമാലകൾ ഓളം തല്ലി. വഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ, പ്രതിസന്ധിയെ തരണം ചെയ്ത സന്ദർഭത്തിൽ അല്ലാഹു നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞിരുന്നു, നൂഹേ, നിങ്ങളുടെ ബന്ധുക്കളെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെ ബന്ധുക്കളെ ഞാൻ നോക്കിക്കോളാന്ന് നൂഹ് നബിനോട് അല്ലാഹ് പറഞ്ഞിരുന്നു. അത് വെച്ചിട്ടാണ് നൂഹ് നബി അവസാനെങ്കിലും എന്റെ മോൻ രക്ഷപ്പെടുന്ന കരുതിയത്. കാരണം ബന്ധുക്കളെ സംരക്ഷിക്കാന്ന് അല്ലാഹ് പറഞ്ഞതല്ലേ. പക്ഷേ രക്ഷപ്പെട്ടില്ല. വഹാല ബൈനഹുമൽ മൗജു വകാന മിനൽ മുഗ്റഖീൻ, തിരമാലകൾ അവർക്കിടയിൽ മറയിടുകയും മകൻ മുങ്ങി മരിക്കുകയും ചെയ്തു. വഖീല യാ അർളു ബിലഈ മാഅകി വയാ സമാഉ അഖ്ലിഇ, അല്ലാഹു ഭൂമിയോട് തന്റെ വെള്ളത്തെ വിഴുങ്ങാനും ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ പേടകം ജൂദി എന്ന പർവ്വതത്തിൽ പോയി നങ്കൂരമിട്ടു. ജൂദി പർവ്വതത്തിൽ നൂഹ് നബിയുടെ കപ്പൽ നിന്നു. കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാം താഴെ ഇറങ്ങിയപ്പോ ഒരു സന്തോഷവും ഒരു ദുഃഖവുമുള്ള സമ്മിശ്ര പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. മുഅ്മിനീങ്ങൾ രക്ഷപ്പെട്ട സന്തോഷമുണ്ട്, എന്നാൽ തന്റെ മകൻ മരണപ്പെട്ട വിഷമമുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, റബ്ബി ഇന്ന ബിനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹകീമീൻ. അല്ലാഹുവേ, എന്റെ മകൻ മുങ്ങി മരിച്ചിരിക്കുന്നു, നീ എന്നോട് എന്റെ ബന്ധുക്കളെ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്റെ മകൻ എന്റെ ബന്ധുവല്ല റബ്ബേ, പിന്നെന്താണ് അവൻ മുങ്ങി മരിച്ചത്? നീ അഹ്കമുൽ ഹാകിമീനായ റബ്ബല്ലേ തമ്പുരാനെ എന്ന് നൂഹ് നബി ചോദിച്ചു. അല്ലാഹു അതിന് മറുപടി പറഞ്ഞു, നൂഹേ, ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. ഓന്റെ ബന്ധുവല്ല. ഇന്നഹു ലൈസ മിൻ അഹ്ലിക, അവൻ നിന്റെ ബന്ധുവല്ല. കാരണം ഇന്നഹു അമലുൻ ഗൈറു സാലിഹ്, അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാത്തവനാകുന്നു. സ്വാലിഹായ മനുഷ്യന്റെ ബന്ധു സ്വാലിഹ് മാത്രമേ ആവുള്ളൂ. മുഅ്മിനായ മനുഷ്യന്റെ ബന്ധു മുഅ്മിന് മാത്രമേ ആവുള്ളൂ. സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയായിരിക്കും. فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا. നമ്മളെ മക്കള് നമ്മളതാവണമെങ്കിൽ അവർ സ്വാലിഹീങ്ങളായിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ ബന്ധു തന്നെ ആവുകയില്ല. മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഭാര്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാല് അവര് ബന്ധുവായി കിട്ടാനാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലന, ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന, സന്താനങ്ങളിൽ നിന്നും, ഖുറത അയുനിൻ, കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യണമേ. ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്താണെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറഞ്ഞാല്, ഭാര്യ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണലാണ്, മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണലാണ്. നീ വൈകുന്നേരം അങ്ങാടിയിൽ പോയി വീട്ടിലേക്ക് ചെല്ലുന്ന സന്ദർഭത്തിൽ നിന്റെ ഭാര്യ നിസ്കാരക്കുപ്പായത്തിലാണ്, നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്.
നിന്റെ ഭാര്യ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് നീ കാണുന്നതിനെയാണ് ഭാര്യയിൽ നിന്ന് കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. ഭർത്താവ് നിസ്കരിക്കുന്നതായി ഭാര്യ കാണുന്നതിനാണ് ഭർത്താവിൽ നിന്ന് ഭാര്യക്കുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. നീ വൈകുന്നേരം അങ്ങാടിയിൽ നിന്ന് തിരിച്ചു ചെല്ലുമ്പോ നിന്റെ മോളും നിന്റെ മോനും മുസാഫ് മറിച്ചു വെച്ചുകൊണ്ട് ഖുർആൻ ഓതുന്നത് നീ കാണുന്നതിനെയാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി നീ കാണുന്നതിനെയാണ് അവരിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാവേണ്ടത്, പടച്ചോനെ എന്റെ ഭാര്യനെ എനിക്ക് സ്വർഗത്തിൽ കിട്ടൂലേ എന്നതിലും എന്റെ മക്കളെ എനിക്ക് സ്വർഗത്തിൽ കാണാൻ പറ്റൂലേ എന്നതിലും ആണ്. മഹ്ശറയില് മനുഷ്യന്മാര് പുനർജനിക്കുന്ന സന്ദർഭത്തിൽ മൂത്ത മോൻ ചോദിക്കുന്നാണ് വാപ്പാട്. എല്ലാരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോ മൂത്ത മോൻ ചോദിക്കുത്തര വാപ്പാട്, വാപ്പാ ദുനിയാവിൽ അള്ളാഹു നമ്മളെല്ലാരും ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇവിടെയും ഒരുമിച്ച് കൂട്ടി തന്നല്ലേ എന്ന് സന്തോഷത്തോടുകൂടെ പറയുമെന്നാണ് മഹ്ശറയില്. അത് വലിയൊരു രംഗാണ്. ഈ ജീവിതം ശരിക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളതാണ്. സ്വർഗ ജീവിതത്തെ ഏറ്റവും നന്നായി മനോഹരമായി വിവരിച്ചത് സൂറത്തു യാസീനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്വർഗത്തെ ഏറ്റവും മനോഹരമായി വിവരിച്ചത് സൂറത്തു യാസീനാണ്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ളിലാലിൻ മരത്തിന്റെ ചോട്ടിലെ അലൽ അറായികി കട്ടിലിന്മേല് മുത്തഖിഊന ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട് ഫീഹാദിൽ ഫാകിഹത്തുൻ പഴങ്ങളുണ്ട്, വലഹും മാ യദ്ദഊൻ അവർ ആശിക്കുന്നതെല്ലാം നൽകപ്പെടുന്നതാകുന്നു. ഇതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തില്, ഇതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലുള്ളത്. ഭാര്യയ്ക്ക് ഒരു വഖത്ത് നിസ്കാരം ഖളാ ആയാൽ മഹ്ശറയിൽ പിരിഞ്ഞു നിൽക്കേണ്ടത് 80,000 കൊല്ലമാണ്. മറ്റൊരു ഖൗലിൽ 50,000 കൊല്ലാണ്. ഒരു അസ്ർ നിസ്കാരം ഭർത്താവിൻ്റെത് ഖളാ ആയി, അല്ലെങ്കിൽ ഭാര്യയുടേത് ഖളാ ആയി. മഹ്ശറയിൽ ഭാര്യയും ഭർത്താവും കാണാതിരിക്കുക 50,000 കൊല്ലാണ്. 5 കൊല്ലം ഗൾഫ് പോയാൽ കാണാതിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. അങ്ങനത്തെ ഭാര്യയും ഭർത്താവും ഒരു നിസ്കാരത്തിന്റെ പേരിൽ ഖളാ ആയതിന്റെ പേരിൽ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ 50,000 കൊല്ലം കണ്ടുമുട്ടാതിരിക്കും. അതിലാണ് സങ്കടം വേണ്ടത്. ഈ ജീവിതം നാളെ സ്വർഗത്തിലേക്ക് വേണ്ടിയുള്ളതാണ്. സ്വർഗത്തിൽ ഇണകളായിട്ടാണ് ജീവിതം. ഇതേ ഭാര്യ ഇതേ ഭർത്താവ് സ്വർഗത്തിലുണ്ടാവും. ഇവിടുത്തെ എല്ലാ കുറ്റും കുറവൊക്കെ തീർത്തിട്ടാണ് തരാന്ന് മാത്രം. എല്ലാം തീർത്തിട്ട് തരും. ആർക്കും പല്ല് വളഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല, എല്ലാരും പല്ല് നേരെയിക്കാരം. ആരും കറുത്തിട്ടുണ്ടാവില്ല, എല്ലാരും വെളുത്തിട്ടുണ്ടായിക്കാരം. ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല. ഈ കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ഒരേമാതിരത്തെ സൗന്ദര്യമാണ്. സൗന്ദര്യരേശം കൂട്ടണമെന്ന് തോന്നിയാലോ വെള്ളിയാഴ്ച ഒരു ചന്ത ഉണ്ട്, അതിന് പോയാൽ മതി, കൂട്ടിയിട്ടുണ്ട് വരാം. പെണ്ണുങ്ങൾക്ക് രേശം കൂട്ടണമെന്ന് തോന്നിയാലോ ആണുങ്ങൾ ചന്തക്ക് പോയി വരുമ്പോ മുമ്പായിട്ട് ആഗ്രഹിച്ചാൽ മതി, ഓല് തിരിച്ചു വരുമ്പോത്തിന് ഭംഗി മാറിയിട്ടുണ്ടാവും. ഓരോ ദിവസവും നമ്മൾ ദുന്യാവെന്ന് നമ്മളെ ശരീരം 21 ദിവസം കൊണ്ടാണ് റീഅറേഞ്ച് ചെയ്യുന്നത്. 21 ദിവസം കൊണ്ടാണ്. നമ്മൾ ഈ ഓട്ട് ചെയ്യുമ്പോ കയ്യുമ്മ തേക്കണ മഷി 21 ദിവസം കൊണ്ടാണ് മുഴുവനായിട്ടും പോവുക. നമ്മുടെ ശരീരം ആകമൊത്തം റീഅറേഞ്ച് ചെയ്യുന്നത് 21 ദിവസമാണ്. അത് ഓരോ ദിവസവും ചെയ്യും. അതാണ് സ്വർഗത്തിലെ പ്രത്യേകത. ഓരോ മണിക്കൂറിലും ചെയ്യും, ഓരോ നിമിഷത്തിലും ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് മനോഹരമായ ജീവിതം. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ശരിക്കും മനോഹരമായ വർണ്ണനയാണത്. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും. ദുന്യാവത്ത് അതേ ഇണ തന്നെ നാളെ സ്വർഗത്ത് കിട്ടും. എല്ലാ കേടും തീർത്ത് കിട്ടും. പെണ്ണുങ്ങൾ സാധാരണ ഒരു സംശയം ചോദിക്കലുണ്ട്, ഹൂറുല്ലീങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ പറയും, ഹൂറുല്ലീങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പെണ്ണുങ്ങൾക്കൊന്നുമില്ലേ? പെണ്ണുങ്ങൾക്ക് ഈ ഉള്ള പെണ്ണിനെ തന്നെ ഇഷ്ടം പോലെ കൂട്ടിത്തരാണ്. ഹൂർലിങ്ങളെ സൗന്ദര്യമൊന്നും ദുനിയാവിലെ സ്ത്രീകളെ സംബന്ധിച്ചൊന്നുമല്ല. അല്ലാഹു തആല സ്വർഗം പടച്ചതിന് ശേഷം ജിബ്രീലിനോടൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. സ്വർഗമൊക്കെ ഉണ്ടാക്കിയിട്ട് കുടിയിരിക്കണതിന് മുമ്പൊന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ പോയി നോക്കുമ്പോ പെട്ടെന്നൊരു പ്രകാശം കണ്ടു. അള്ളാഹുവിന്റെ നൂറു തജല്ലിയാണെന്ന് കരുതി ജിബ്രീൽ അലൈഹിസ്സലാം സുജൂദിൽ വീണു. അപ്പൊ ഒരു പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ തട്ടി നീച്ചിയറിഞ്ഞു. അപ്പൊ നീച്ച എന്തേ ചോദിച്ചു, എന്താ ഇത് സ്വർഗാണ്, ഇവിടെ സുജൂദ് ചെയ്യേണ്ട സ്ഥലം ഒന്നല്ലല്ലോ പറഞ്ഞു.
അപ്പൊ ഞാൻ ആ കണ്ട ലൈറ്റ് എന്തായിരുന്നു ചോദിച്ചാൽ ഞാനൊന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു. അവൾക്കുള്ള മുമ്പല്ലിന്റെ ലങ്കല് കണ്ട് ജിബിരിയില് പോലും അമ്പരന്നിട്ടുണ്ട്. ആ പെണ്ണ് ദുനിയാവിൽ നിന്ന് ചെല്ലുന്ന പെണ്ണിന്റെ സൗന്ദര്യം കണ്ട് അജബായി നോക്കി നിൽക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ദുനിയാവെന്ന് ചെല്ലുന്ന പെണ്ണിന്റെ സൗന്ദര്യം എത്രയിക്കാരം? അതുകൊണ്ട് ഒന്നുമല്ല, ദുനിയാവെന്ന് ചെല്ലുന്ന പെണ്ണെന്നെയാണ് ഏറ്റവും സൂപ്പർ. ഓരോ ഭംഗി കുറയുന്ന ഒന്നുമില്ലല്ലോ, ഭംഗി കുറയണ ഒന്നുമില്ല. അപ്പൊ ഇവിടെ ഭംഗി കുറയാൻ കുറെ കാരണങ്ങളുണ്ട്. 18 വയസ്സാകുമ്പോൾ ഒരു പെണ്ണ് കെട്ടിക്കൊടുന്നാൽ 40 വയസ്സിൽ അത്ര തന്നെ ചൊറുക്കുണ്ടാവില്ല, 50 തീരെ ഉണ്ടാവില്ല, 60 തീരെ ഉണ്ടാവില്ല. എന്തേ കാരണം? കയ്യും കാലും മൂക്കും കണ്ണും ഒന്നും പോയിട്ടില്ലല്ലോ. പോകുന്ന ഒരു സാധനമുണ്ട്, അത് മെൻസസ് രക്തമാണ്. എന്നാൽ സ്വർഗത്തിൽ മെൻസസ് രക്തം ഉണ്ടായിരിക്കില്ല. മെൻസസ് രക്തം മാത്രല്ല കേട്ടോ, വെറുക്കപ്പെടുന്ന ഒന്നുമില്ല. സ്വർഗാവകാശികൾക്ക് വായയിൽ ഉമിനീരില്ല, മൂക്കിൽ മൂക്കട്ടയില്ല, ചെവിയിൽ ചെവിക്കായമില്ല, കണ്ണിൽ കണ്ണുനീരില്ല, ശരീരത്തിന് വിയർപ്പില്ല, മലവും മൂത്രവും ഇല്ല. ഏത് പാർക്ക് പോയാലും മൂത്രമൊഴിക്കാൻ പുറത്ത് കൊണ്ടുവരും, സ്വർഗത്തിൽ അതിനും പോണ്ടി വരില്ല. എപ്പോഴും ഒരുമിച്ചിരുന്നാൽ മതി, എന്നും മണിയറയിൽ എന്നും കട്ടിലും ഇരുന്നാൽ മതി, ഒരു ബുദ്ധിമുട്ടുമില്ല, പോണ്ടി തന്നെ വരില്ല. ഹും വഅസ്വാജും ഫീ ദിലാലിൻ അലൽ അറായിക്കി എന്നുള്ളതിന്റെ തഫ്സീറിൽ കാണാം മണിയറയിലെ കട്ടിൽ പോലെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. لا حول ولا قوة إلا بالله. لا حول ولا قوة. لا حول ولا قوة. لا حول ولا قوة. الله أكبر، الله أكبر. لا إله إلا الله. اللهم صل على محمد. اللهم رب هذه الدعوة التامة والصلاة القائمة آت محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمدا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. മുഅ്മിനീങ്ങളെ, ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ശരിക്കും സ്വർഗത്തിൽ ഒരുമിച്ച് വിടാനുള്ളതാണ്. സ്വർഗത്തിലേക്കുള്ള വഴികളെ സ്പീഡാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. സ്വർഗത്തേക്കുള്ള വഴി സ്പീഡാക്കുന്ന കുറേ കാര്യമുണ്ട്. സ്വർഗത്തേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സ്പീഡാക്കുന്ന ഒരു കാര്യം ഉമ്മയാണ്. വേഗം വളരെ സ്പീഡാക്കി തരും. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഹബീബുനാ റസൂലുള്ളാഹി. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലേക്കുള്ള വഴി സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലേക്കുള്ള വഴി സ്വർഗത്തേക്കുള്ള വളരെ എളുപ്പമുള്ള വഴിയാണ്. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പവഴി ഉണ്ടാവുമല്ലോ, സ്വർഗത്തിലേക്കുള്ള വളരെ എളുപ്പമുള്ള വഴിയാണ്. ഭർത്താവിനെ സംബന്ധിച്ച് തന്റെ ഭാര്യ സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്.
ഭാര്യയെ സംബന്ധിച്ച് തന്റെ ഭർത്താവ് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണ്. അയ്യുമംറാത്തിൻ മാതത്ത് വസൗജുഹാ അന്നാറാദിൻ ദഖലത്തിൽ ജന്ന. ഒരു പെണ്ണ് മരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് അവളെ തൊട്ട് തൃപ്തിപ്പെട്ടവനാണെങ്കിൽ അവൾ സ്വർഗത്തിൽ പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വിവാഹത്തെ, കല്യാണത്തെ സ്വർഗത്തിലേക്കുള്ള വഴിയെ എളുപ്പമാക്കുന്നതായി പലപ്പോഴും നമുക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സാധാരണ ഒരു പ്രയോഗമുണ്ട്, പെണ്ണ് കെട്ടിയാൽ കാല് കെട്ടി. ഒരു നാടൻ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ പെണ്ണ് കെട്ടിയാൽ ഇടങ്ങാറായി. സൂറത്തുർ റൂമിന്റെ 22 അല്ലെങ്കിൽ 23 ആയത്തിലാണ് ഖുർആൻ പെണ്ണെട്ടാൻ പറഞ്ഞിട്ടുള്ളത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. ومن آياته അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ അൻഫുസിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത്. ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത്. അപ്പോ കല്യാണത്തിന് ശേഷം സമാധാനം കൂടിയിട്ടുണ്ടെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണമാണ് നടന്നത്. ഉള്ള സമാധാനം പൊയ്ക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണം നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം. ഖുർആൻ പറഞ്ഞ കല്യാണം അല്ലെങ്കിൽ പിന്നെ ഖുർആന് തെറ്റണം, അതുണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് തെറ്റിയത് ഈ കാര്യം. ഉള്ള സമാധാനം കല്യാണം കൊണ്ട് പൊയ്ക്കുകയാണെങ്കിൽ ഖുർആൻ പറഞ്ഞ കല്യാണമല്ല നടന്നത്. കാരണം അല്ലാഹു തആല പറഞ്ഞത് ഒമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. ലിതസ്കുനു ഇലൈഹ, സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി എന്നാണ്. അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്നല്ല. സമാധാനം കൂട്ടാൻ കല്യാണം, സമാധാനം കുറക്കാൻ ഖുർആനോ അല്ലാഹുവോ പരിശുദ്ധ ദീനോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കല്യാണം പറഞ്ഞിട്ടില്ല. എവിടെ പിന്നെ ഈ തെറ്റുന്നത്? ഈ തെറ്റുന്നത് പല സ്ഥലത്തുണ്ട്. ആദ്യം തെറ്റുന്നത് കല്യാണത്തിന് നിയ്യത്ത് വെക്കുന്നോട് തന്നെ തെറ്റുണ്ട്. വിവാഹത്തിന് നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ ഫസ്റ്റ് പ്രശ്നം പറ്റുന്നുണ്ട്. എന്തിനാ കല്യാണം കഴിക്കണത്? കല്യാണം കഴിക്കണത് കുട്ടി ഉണ്ടാവാന്. അപ്പൊ എന്തിനാ കുട്ടി ഉണ്ടാവണത്? കുട്ടി ഉണ്ടാവണത് വയസ്സാവുമ്പോ നോക്കാന്. ഈ ചെറുപ്പത്തിൽ ഇപ്പൊ നമ്മളെ നോക്കിയ അല്ലാഹു തആലക്ക് വയസ്സാവുമ്പോ നോക്കാൻ വല്ല അടങ്ങേറുണ്ടോ? മനുഷ്യന്മാരെ ഓരോ കാഴ്ചപ്പാടാണ് പറയും. ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് പറയും. ഒരാരോഗ്യം ഇല്ലാതെ നിന്നെ കൊണ്ടുപോയി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ എന്റെ റബ്ബിന് കയ്യൂലേ? കയ്യൂലെങ്കിൽ എങ്ങനെയല്ലേ ഇപ്പൊ ആരോഗ്യത്തും അത് കണക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തൗഫീക്ക് ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്നാ പറയണ്ടത്. തൗഫീക്ക് ഉണ്ടെങ്കിൽ ആരോഗ്യമൊന്നും പ്രശ്നമൊന്നുമല്ല. തീരെ നീച്ചാൻ പറ്റെങ്കിലും നിന്നെ കൊണ്ടുപോയി ഹജ്ജും ഉംറയും കല്ലേറൊക്കെ നടത്തിയിട്ട് തിരിച്ചിവിടെ കൊണ്ടുവന്നാക്കാൻ നിന്റെ റബ്ബിന് കഴിയുമല്ലോ. കുട്ടിയായിരിക്കുമ്പോ നിന്നെ നോക്കി അത്ര പ്രയാസം വയസ്സാകുമ്പോ നോക്കാൻ ഏതായാലും ഉണ്ടാവില്ല, ഉറപ്പാണ്. എന്തായാലും പിന്നെ അത്യാവശ്യം വട്ടച്ചെലവിനുള്ള കായ് പെൻഷനായിട്ട് കിട്ടും, ബാക്കിയല്ലേ ഉള്ളൂ വേണ്ടത്. കുട്ടിയാവുമ്പോ അതും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് കുട്ടിയാവുമ്പോൾ നിന്നെ നോക്കി അത്ര പ്രയാസം വയസ്സാകുമ്പോ നോക്കാനില്ല. അതിന്റെ ഒരു തെറ്റിദ്ധാരണയാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരാൾക്ക് വയസ്സാവുമ്പോ എന്റെ കുട്ടികൾ എന്നെ നോക്കിക്കോളും എന്ന് വിചാരിച്ചാലേ ഓനത് വലിയൊരു അബദ്ധീകരം. കാരണം മൂത്തോന് സൗദിയിലാണ്, രണ്ടാമത്തോൻ കുവൈത്തിലാണ്, മൂന്നാമത്തോൻ നാട്ടിൽ പഠിക്കാൻ പോവാണ്. ഓപ്പ ലീവ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ അത്യാവശ്യം ഈ പിന്നെ വെക്കേഷനിലാണ്, പരീക്ഷ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ ആപ്പാക്ക് പ്രഷർ കൂടിയിട്ട് ആശുപത്രിക്ക് പോവുകയാണ്. പെൺകുട്ടികളെ 2 കെട്ടിച്ച് പറഞ്ഞയക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആപ്പ അങ്ങനെ മനസ്സോട് വിചാരിച്ചു പൈസ അയക്കാപ്പം മൂത്തോൻ കുവൈത്തിൽ, രണ്ടാമത്തോൻ കുവൈത്തിലുണ്ട്. പിന്നെ ഇപ്പോ ആശുപത്രിയിൽ നിൽക്കാൻ രണ്ടാമത്തോ ലീവിന് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പെരയത്തെ കാര്യങ്ങളൊക്കെ നോക്കാനില്ല. മൂന്നാമത്തോൻ വെക്കേഷനായിട്ട് പെരയിലും ഉണ്ട്. ഒരാഴ്ച തിരക്കേടുണ്ടാവില്ല. രണ്ടാമത്തെ ആഴ്ച രണ്ടാമത്തോൻ മറവ് പോയി നിന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കും, ഹലോ കുഞ്ഞാളെ, കുഞ്ഞുട്ടിക്ക് ഒഴിവുണ്ടാന്ന് ആ വാപ്പാന്റെ അടുത്തൊന്ന് വന്ന് നിൽക്കാൻ, എനിക്കൊന്ന് അത്യാവശ്യം പോകാണ്ടായിരുന്നു. ചെവിയോണ്ടാണ് കേൾക്കണതിന്റെ മുമ്പ് മൗത്താവൂല. എനിക്കെന്റെ മക്കളുണ്ട് എന്ന് തോന്നിയാൽ, എനിക്ക് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയാൽ ഒരു കുട്ടിനെ മതിയാവും, ചിലപ്പോ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഇബ്രാഹിം നബി തോരുന്നത് റബ്ബി ലാ തുഖ്സിനി ഹീന യുബ്അസുൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ.
ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. അല്ലാഹുവേ, എന്നെ നീ ടെൻഷനാക്കരുതേ, ബീസത്തിന്റെ നാളിൽ എന്നെ നീ വിഷമിപ്പിക്കരുത്. റബ്ബി ലാ തുഹ്സിനീ ഹീന യുബാസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. മുതലും മക്കളും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത്. ആർക്കും ഉപകാരം ചെയ്യൂല എന്നല്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഖൽബുൻ സലീമോടുകൂടെ ചെന്നവനല്ലാതെ. പടച്ചോനെ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്നൊരാൾക്ക് തോന്നിയിട്ട് മശരക്ക് ചെന്നാൽ അവിടെയും കുട്ടികളെ കൊണ്ടും മുതലുകൊണ്ടും കാര്യം ഉണ്ടാവും. ആ തോന്നലുണ്ടായില്ലെങ്കിൽ അവിടെയും കാര്യം ഉണ്ടാവില്ല, ഇവിടെയും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് തോന്നലാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വയസ്സാവുമ്പോൾ നോക്കാൻ കുട്ടികളെ ആവശ്യമൊന്നുമില്ല. അള്ളാഹു തആലക്ക് കുട്ടികളെ വെച്ചിട്ട് നോക്കാന്നുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ മനസ്സിലായി. കുറെ സ്വത്തും മുതലൊക്കെ ഇല്ല, അതിനൊരു അനന്തരാവകാശിനെ വേണ്ടേ എന്നുള്ളതാണ്. അതിനൊരു തെളിവുണ്ട്. സക്കരിയ്യാ നബി ദുആർന്നിട്ടുണ്ട്. എന്ത്? യരിസുനി വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റളിയ. സക്കരിയ്യാ നബി ദുആർന്നു, പടച്ചോനെ, എന്നിൽ നിന്നും ആലി യഅഖൂബിൽ നിന്നും അനന്തരമെടുക്കാൻ വേണ്ടി എനിക്കൊരു കുട്ടിയെ തരണേ. അപ്പോൾ ഐഡിയ കിട്ടിയത് ഏത്? അനന്തരം എടുക്കാനാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരമില്ല. നഹ്നു മആശറൽ അംബിയാഇ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണ്. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മരിച്ചപ്പോൾ പോലും മക്കൾക്ക് ഒരൊക്കെ മുതലില്ല. എന്തിനാ പണ്ടൊക്കെ പറയണത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ പോലും ഓഹരി ചെയ്യാൻ സമ്പത്തില്ല. അമ്പിയാക്കളുടെ സ്വത്തിൽ അനന്തരമില്ല. പിന്നെന്താ അനന്തരം? എന്താണ് അനന്തരം? സക്കരിയ്യാ നബി ദുആ ചെയ്തത് നുബുവത്തിലെ അനന്തരമാണ്. നുബുവത്തിലെ അനന്തരമാണ്. അപ്പൊ പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? അത് വലിയൊരു പ്രശ്നമാണ്. അത് തീരുമാനമായ ഒക്കെ തീരുമാനമായി. അപ്പൊ ഇനിയിപ്പോ കഴിച്ചു കഴിഞ്ഞില്ല, ഇനിയിപ്പോ എന്താ കാട്ടുക? ഇനിയിപ്പോ എന്താ ഇപ്പൊ തീരുമാനമാക്കുക തന്നെയല്ല. അപ്പൊ എന്താ ചെയ്യണം? ഇനിയിപ്പോ ഒന്നുകൂടി കഴിക്കാൻ ഏതായാലും നിർവാഹമില്ല. തീരുമാനപ്പണ്ട ആക്കന്നെ. എന്തിനായിരുന്നു കഴിച്ചത് തീരുമാനിക്കുക. എന്തിനാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല. ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് വർത്താനം പറഞ്ഞു. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട വർത്താനം. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് ശിഫയുടെ ആദ്യ ഭാഗത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുറെ വർത്താനം പറയുന്നുണ്ട്. ഒരിക്കൽ പറഞ്ഞു, അള്ളാന്റെ റസൂലെ, എന്റെ വാപ്പ ഖത്താബ് മുസ്ലിം ആകുന്നതിനേക്കാൾ നിങ്ങളെ അളാപ്പ അബൂ ത്വാലിബ് മുസ്ലിം ആകുന്നതാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞു. നബിതങ്ങൾ ചോദിച്ചു, അല്ല ഉമറെ, എന്റെ വാപ്പ മുസ്ലിം ആകുന്നതിനേക്കാൾ ഇന്റെ അളാപ്പ മുസ്ലിം ആണത് എങ്ങനെ എനിക്ക് ഇഷ്ടം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അതല്ലേ നിങ്ങൾക്ക് നല്ല ഇഷ്ടം ഉണ്ടാകുക എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്നാ അതന്നെ എനിക്കും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണ ചേർന്നിട്ടില്ല എന്ന് എന്തേ പറഞ്ഞത്? 120 വരികൾ നാളെ സ്വർഗത്തിലേക്ക് വരി നിൽക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ 90 വരികളും എന്റെ ഉമ്മത്തായിരിക്കും. ഇന്നി മുകാസിറും ബിക്കുമൽ ഉമമൽ മാദിയ. കഴിഞ്ഞുപോയ ഉമ്മത്തുകൾക്കിടയിൽ നിങ്ങളുടെ പെരുപ്പം കണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് മുഹമ്മദ് നബി. നാളെ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി 120 വരികൾ വരി നിൽക്കുമ്പോ 90 വരികൾ മുഹമ്മദ് നബിയുടെ ഉമ്മത്താകുമ്പോ, അല്ലാഹുവേ, ആ വരിയിൽ നിർത്താൻ എനിക്കൊരു കുട്ടിയെ തരണേ എന്ന നീയത്തിലാണ്. കുട്ടിയും വേണ്ടത്, കല്യാണവും വേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി ഒരാൾ വിവാഹം കഴിച്ചാൽ അവന്റെ കുടുംബജീവിതം സന്തോഷമാകും. നിയ്യത്ത് തെറ്റിയ ഒക്കെ തെറ്റി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനാണ് നമ്മൾ കല്യാണം കഴിച്ചിട്ടുള്ളത്, വേറെ ഒന്നിനുമല്ല. ബാക്കിയൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിക്കോളും. മക്കൾ സ്വാലിഹാവലൊക്കെ അതിന്റെ ഒപ്പം ഉണ്ടാവും. ശൈത്താനെ തൊട്ട് കാവലാവലൊക്കെ അതിന്റെ ഒപ്പം ഉണ്ടാവും. നമ്മളെ നോക്കലും നോക്കാതിരിക്കലും ഒക്കെ അജ്ജിനും ഉണ്ടാവലും ഒക്കെ അതിന്റെ കൂടെ ഉണ്ടായിക്കോളും. അതൊന്നും വേണ്ട. മുഹമ്മദ് നബിയുടെ ഉമ്മത്തായി നാളെ സ്വർഗത്തേക്ക് വരിക്കുമ്പോ ആ വരിയിൽ ഇങ്ങനെ നിൽക്കണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് 8 കുട്ടികള്. അതിനെ നമുക്ക് മക്കള്. അതിനാണ് ഈ ഒരു നീയത്തിൽ ഒരു മനുഷ്യന് എത്തിച്ചേർന്നാൻ പറ്റിയാൽ അവന്റെ കുടുംബജീവിതം റാഹത്തായി.
ഈ ജീവിതം ഇവിടേക്കുള്ളതല്ല, ഇത് സ്വർഗത്തിലേക്കുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. ഇടങ്ങേറും വിഷമൊക്കെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമാണ്. സന്തോഷകരമായ ജീവിതം ഇവിടെ എത്ര നമ്മൾ ഇടങ്ങേറാവുണ്ടോ അത്രത്തോളം സുഖം അനുഭവിക്കാണ്ട്. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ദിലാലിൻ നിഴലില് മരത്തിന്റെ ചോട്ടില് അലൽ അറായിക്ക് കട്ടിലുമേ മുത്തക്കിയുന ചെരിഞ്ഞിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട് ഫീഹ അതിൽ ഫാക്കിയത്തുൻ പഴങ്ങളുണ്ട്, വലഹുമായ ദൗൻ അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൽ ഓരോ വാക്കും പറയേണ്ടതാണ്. ശരിക്ക് നല്ല മനോഹരമായ ഒരു പാർക്കിൽ ചെന്നതുപോലെയുള്ള അവതരണമാണ്. ഒരു പാർക്കിൽ നമ്മളിങ്ങനെ ചെന്ന് നോക്കിയാല് പാർക്കിൽ കുറെ മരങ്ങൾ ഉണ്ടാവും. ആ മരത്തിന്റെ താഴ്ഭാഗത്തൊക്കെ ചാരിയിരിക്കാൻ പറ്റുന്ന കുറെ കട്ടിലുകൾ ഉണ്ടാവും. കട്ടിലും എങ്ങനെ ആണും പെണ്ണും ആയിട്ട് കുറെ ജോഡികൾ ഉണ്ടാവും. ഹും വഅസ്വാജുഹും കയ്യിൽ ഐസ്ക്രീം ഉണ്ടാവും. ഐസ്ക്രീം കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ശരിക്കും അങ്ങനെ തന്നെയാണ് ഈ ആയത്ത് പോണത്. ഹും അവർ വഅസ്വാജുഹും അവരുടെ ഇണകളും ഫീ ദിലാലിൻ മരത്തിന്റെ ചോട്ടില് അലൽ അറായിക്ക് കട്ടിലുമേ മുത്തക്കിയുന ചാരിയിരിക്കുകയാണ്. ലഹും അവർക്കുണ്ട് ഫീഹ അതിൽ ഫാക്കിയത്തുൻ ഐസ്ക്രീം, വലഹുമ്മ യദ്ദൗൻ അത് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ ചെയ്യുന്ന ഓരോ സാധനങ്ങളും. ശരിക്കും മനോഹരം. പക്ഷെ ദുന്യാവിലെ ഏത് പാർക്ക് ചെന്നാലും മൂത്രയിക്കാൻ മുട്ടിയാൽ പുറത്തേക്ക് പോകേണ്ടിയിരുന്നു മാത്രം. സ്വർഗത്തിലെ പാർക്കിൽ മൂത്രയിക്കാനും പുറത്തേക്ക് വേണ്ട. നിരന്തരം മണിയറ, എപ്പോഴും മണിയറയിലെ കട്ടിലിരിക്കുന്നു, എപ്പോഴും സുഖം അനുഭവിക്കുന്നു. സ്വർഗത്തിലെ ഏറ്റവും ദർജ കുറഞ്ഞ ഒരാളെ യാത്ര ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാല് 1,00,000 ഹാദിമുകൾ അവനെ അനുഗമിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ദർജ കുറഞ്ഞ ആള് ഓന് തോന്നും ഈ സ്വർഗത്തിൽ എല്ലതും കിട്ടിയത് ഒരാളെന്നെ ഉള്ളൂ, അത് ഞാനാണെന്ന് തോന്നും. ഓരോരുത്തർക്കും അങ്ങനെ തോന്നാം. ഇവിടെ മുഴുവൻ കിട്ടിയ ആള് ഒരാളുള്ളത് ഞാൻ. അള്ളാഹു നമ്മളെ ഒരു വിധി എടുക്കട്ടെ. നമ്മളെ കുടുംബത്തെയും അള്ളാഹു സ്വർഗത്തിൽ ചേർത്ത് തരട്ടെ. സ്വർഗം ആഗ്രഹിക്കുമ്പോ മാക്സിമം ആഗ്രഹിക്കണം, മിനിമം ആഗ്രഹിക്കരുത് എന്നാണ്. നിങ്ങൾ സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അള്ളാഹു തആലയോട് ഒരു കാര്യം ചോദിക്കുമ്പോഴേ പടച്ചോനെ തട്ടിമുട്ടി ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിലിന്റെ മുക്കിൽ ഒരു സ്ഥലം തരണേന്നൊന്നും പറയാൻ പറ്റില്ല. അത് ജുമാക്ക് പള്ളിയേക്ക് ജുമാക്ക് എന്നാലാ വാതിലിന്റെ മുക്കില്. സ്വർഗത്തിൽ അങ്ങനെ വാതിലിന്റെ മുക്കിലൊന്നും പറ്റില്ല. പടച്ചോനെ സ്വർഗത്തിലെ ഫിർദൗസ് തന്നെ തരണേ എന്നാണ് ദ്വാരക്കേണ്ടത്. ഫിർദൗസ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് 100 ദർജയാണ്. അതിൽ ഏറ്റവും മഹത്തായ ദർജയുടെ പേരാണ് ഫിർദൗസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വർഗം ചോദിക്കുമ്പോ പടച്ചോനോട് മാക്സിമം ചോദിക്കണം. പടച്ചോനെ എനിക്ക് ധാരാളം സ്വതക്ക് കൊടുക്കാൻ അവസരം തരണേ, ഒരുപാട് സക്കാത്ത് കൊടുക്കാൻ സമയം തരണം, അങ്ങനെ ഒരുപാട് ആയുസ് തരണേ, ഇങ്ങനെ മിനിമം തട്ടിമുട്ടി ഇങ്ങനെ കഴിച്ചിലാക്കി തരണേന്നൊന്നും പടച്ചോനോട് പറയാൻ പറ്റൂല. ഇഷ്ടംപോലെ തരാണ്ടല്ല, പിന്നെന്തിനാ നമ്മളിങ്ങനെ രഹസ്യം ചോദിക്കണേ? അതിന്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് മാക്സിമം ചോദിക്കണം. അള്ളാഹു നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അതുകൊണ്ട് ഈ കുടുംബജീവിതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ ഞാനും എന്റെ ഭാര്യയും കൂടി ഇങ്ങനെ ഇരുന്ന് കളിച്ചാ കൂലിട്ട് ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ചോറിങ്ങനെ ഉരുളുരുട്ടിയിട്ട് നിന്റെ ഭാര്യയുടെ വായയിലേക്ക് അതിങ്ങനെ വെച്ചു കൊടുത്താൽ അതിനും അള്ളാഹു നിനക്ക് കൂലി നൽകുന്നതാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വൈകാരികമായ ബന്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ അവരുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭാര്യയും ഭർത്താവും തമ്മിൽ ജിമായി ചെയ്യുമ്പോൾ ദോഷം പൊറുക്കപ്പെടുന്ന എന്തൊരു രസാണിത്. ഇടക്കിടക്ക് ദോഷം അങ്ങനെ പൊറുപ്പിച്ചാ പോരെ? നല്ല കുടുംബജീവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര. പക്ഷെ നമ്മൾ ഇവിടുത്തെ താൽക്കാലികമായ കാര്യത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് മാത്രമായി തോന്നും. ഇത് സ്വർഗത്തിൽ ദർജ ഉയരാനുള്ള പരിപാടിയാണ്. എന്നും നമുക്ക് ദർജ ഇങ്ങനെ കൂട്ടിയപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത് ആഴ്ചയിൽ 2 ദിവസം ദർജ കൂട്ടാനാണ്. വേണ്ട, നമുക്ക് അയിമൊന്നും വിടാം. സ്വർഗത്തിൽ ദർജ കൂട്ടണ എന്താ നീയത്ത് നേരായ മതി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവാണ് ലക്ഷ്യാക്കേണ്ടത്. ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ ഈ ക്ലാസ് അവസാനിക്കും. ഒരു കാര്യം കൂടി പറഞ്ഞാൽ അത് അവസാനിക്കും. എന്താ? അള്ളാന്റെ ദുനിയാവിൽ 20 ദശലക്ഷം ഇനം ജന്തുക്കളുണ്ട്. 20 ദശലക്ഷം ജന്തുക്കളല്ല, 20 ദശലക്ഷം ഇനം ജന്തുക്കളുണ്ട്. അതിൽ മനുഷ്യനെന്ന ഇരിക്കാലി ജന്തു മാത്രമേ കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണചേരാറുള്ളൂ. ബാക്കിയുള്ള എല്ലാ ജീവികളും സന്താനമുണ്ടാവണം എന്ന് കരുതി മാത്രമേ ഇണചേരാറുള്ളൂ എന്നതാണ്. ഇതൊരു സത്യമാണ്. ഇത് മനുഷ്യനല്ലാത്ത എല്ലാ ജീവിയെ നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
എല്ലാ ജീവിയെ നോക്കിയാലും മനസ്സിലാക്കും. ഇപ്പൊ നായ്ക്കൾ ഇണചേരുക കന്നിമാസത്തിലാണ്. കാരണം ആ മാസത്തിലെ പട്ടി ഗർഭിണിയാവുള്ളൂ. ഇങ്ങനെ ഓരോ ജീവികളെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും. എന്നാൽ മക്കളുണ്ടാവരുതേ എന്ന് കരുതി ഇണചേരുന്ന ഏക ജീവി ഇരുക്കാലി ജീവിയാണ്. അതുകൊണ്ട് മക്കളുണ്ടാവുക എന്ന ലക്ഷ്യത്തിൽ ഇണചേരുമ്പോഴാണ് ഭാര്യ ഭർത്തൃ ജീവിതം സന്തോഷകരമാകുന്നത്. ആ ലക്ഷ്യത്തിൽ നിന്ന് എപ്പോൾ തെറ്റിയാലും കുടുംബജീവിതം പ്രശ്നമായിരിക്കും. കുടുംബജീവിതം പ്രശ്നമാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. ലൈംഗികമായ ജീവിതം സംതൃപ്തമാവാതെ, ലൈംഗിക ജീവിതം സക്സസ് ആവാതെ കുടുംബജീവിതം സന്തോഷം എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. പെരക്ക് 4 തട്ടുണ്ടായിട്ട് എന്താ കാര്യം? സംഗതി നടക്കണ്ടേ? അതുകൊണ്ട് അതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മൃഗങ്ങളിൽ നിന്നും ചിലത് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. മൃഗങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. നായ്ക്കളിൽ നിന്ന് പഠിക്കേണ്ടതാണ് നന്ദി എന്ന് പറഞ്ഞ സാധനം. നായിന്റെ ഇരുന്ന് പഠിക്കണം നന്ദി. നമ്മളെ പേരന്റെ ഗേറ്റ് അടച്ചു, നായ്ക്ക് ഭക്ഷണം ഇട്ട് കൊടുക്കാൻ മറന്നുകാണ്ട് പോയി. 8 ദിവസം കഴിഞ്ഞിട്ട് വന്നാലും നായി മതില് ചാടി പോയിട്ടുണ്ടാവില്ല. മൂപ്പര് പട്ടിണിയും സഹിച്ച് അവിടെ ഉണ്ടാവും. എന്നിട്ട് യജമാനം വരുന്ന സമയത്ത് 8 ദിവസം മുമ്പ് കൊടുത്ത ഭക്ഷണത്തിന് വേണ്ടി വാലാട്ടി കാണിച്ചു തരും. നായോളം നന്ദിയുള്ള ഒരു സാധനം വേറല്ല. അത് നായ്ക്കളിരുന്ന് പഠിക്കാനുള്ളതാണ്. അങ്ങനെ പൂച്ചയിൽ നിന്നും കുറെ പഠിക്കാണ്ട്. പൂച്ചനെ നമ്മളൊരു ചാക്കിലിട്ടാണ്ട് എവിടെയെങ്കിലും കുറെ ദൂരം കൊണ്ടുപോയിട്ടാല് അത് ഇങ്ങനെ വന്നുകാണ്ട് വെല്ല തെരഞ്ഞു പിടിച്ച് നമ്മളടുത്ത് തന്നെ വന്നിട്ട് ഞാവൂന്ന് പറയും. ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. സമ്മതം ചോദിച്ചിട്ടേ താമസിക്കുള്ളൂ എന്നത് പൂച്ചയുടെ ഒരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഓരോ ജീവികളിൽ നിന്നും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാണ്ട്. എല്ലാ ജീവികളിൽ നിന്നും പഠിക്കാനുള്ള പാഠമാണ് ലൈംഗിക ജീവിതം എന്ന് പറയുന്നത്. ഒരബദ്ധം നമുക്ക് പറ്റിയത്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന് തന്നെയാണ് കുടുംബജീവിതവും ലൈംഗിക ജീവിതവും പഠിക്കേണ്ടത്. മൂത്ത കുട്ടിക്ക് 5 വയസ്സായി. അപ്പൊ ചെറിയ കുട്ടി ഉണ്ടായി. ഉമ്മ ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് കുട്ടിനേറ്റ് വന്നിട്ട് ഇങ്ങനെ കട്ടിലുമ്മ കിടക്കുകയാണ്. ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് മൂത്ത കുട്ടി വന്നിട്ട് ഉമ്മാട് ചോദിക്കും, ഉമ്മ നമ്മളെ കുഞ്ഞുവാവാനെ എവിടുന്ന് കിട്ടിയതാണ് എന്ന് ചോദിച്ചപ്പോ അത് ഉമ്മക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞില്ലേ. ശരിക്കും ആ കുട്ടി അപ്പോൾ ചോദിച്ചത് ലൈംഗിക വിദ്യാഭ്യാസമായിരുന്നു എന്ന് തിരിച്ചറിയാനുള്ളൊരു മൂണ പോലും നമുക്കുണ്ടായില്ല എന്നതൊരു പരാജയമാണ്. ആ കുട്ടിക്ക് അപ്പോൾ അത് മനോഹരമായി വിശദീകരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ കുടുംബജീവിതം, ലൈംഗിക വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത്. അത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സമയത്ത് നമ്മളത് ചെയ്യാതിരിക്കുന്നു എന്നത് നമ്മിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബദ്ധമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിനെ നമ്മൾ കുടുംബജീവിതം കൊണ്ട് ലക്ഷ്യമാക്കുക. അവിടം മുതൽ തന്നെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ കുടുംബജീവിതം ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു സബബാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.